ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വറുത്തതാണ്. ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ചക്ക ഉണ്ടായിരിക്കും. നല്ല ക്രിസ്പി ആയിട്ട് ചക്ക വറുത്തത് അല്ലെങ്കിൽ ചക്ക ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ചക്കയുടെ ചുള നല്ല വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നീളങ്ങനെയുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അധികം കട്ടിയില്ലാതെ മുറിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം കട്ടിയിലുണ്ടെങ്കിൽ അത് വേവാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ കട്ടിയില്ലാതെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഒന്ന് അരിഞ്ഞു വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ചെയ്യാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിട്ടുള്ള കഷ്ണങ്ങളെ മഞ്ഞളിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് അതിൽ നിന്നോട്ടെ. അതിനുശേഷം അതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഈ കഷ്ണങ്ങളൊന്ന് മുങ്ങിക്കിടക്കാനുള്ള പാകത്തിലാണ് നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് റെഡിയായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഇടവിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കുക്കാവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചെയ്യുക. ഈ ഒരു പാകം എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ട് ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ളതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ചക്ക ഉള്ളവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.